PM-ശ്രീ കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ എന്ന് പരിശോധിക്കും എന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയെന്നും അദ്ദേഹം അറിയിച്ചു. വിഷയം സർക്കാർ ചർച്ച ചെയ്യുമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. PM-ശ്രീയോടുള്ള UDF-ന്റെ രാഷ്ട്രീയ നിലപാട് സുവ്യക്തമാണ്. ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു. അപ്പൊ അത് ഇനി എങ്ങനെ അതിന്റെ ഭാവി കാര്യങ്ങൾ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു, ഫണ്ടും വാങ്ങി, അതിന്റെ പേരിൽ മുടങ്ങിക്കിടന്നിരുന്ന ഫണ്ട് വന്നു. അപ്പോ പിന്നെ എന്താ അവർ ചെയ്തത്? അന്ന് വിവാദമായപ്പോ ഒരു മെസ്സേജ് കൊടുത്തു, കെപ്റ്റ് ഇൻ അബയൻസ്, തൽക്കാലം എന്താ പറയാ നിർത്തിവെക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ആ കരാറിന്റെ ഭാവി എന്താണ്? ഏകപക്ഷീയമായ അതിലൊരു കക്ഷിക്ക് കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഏതായിരുന്നാലും ഇന്ന് റിപ്പോർട്ട് സെക്രട്ടറി തന്നിട്ടുണ്ട്. ഞാനത് പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളത് പരിശോധിച്ച് UDF-ൽ ചർച്ച ചെയ്ത് വൈകാതെ തന്നെ ഞങ്ങളിതുമായി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവും. എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനേഷ്, സർക്കാർ എന്തായിരിക്കും തീരുമാനിക്കുക? ഉന്മേഷ്, ഇതിൽ നിന്ന് കൃത്യമായൊരു നിലപാടെടുക്കാൻ ഇപ്പോഴും UDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ സർക്കാർ ഒപ്പിടുകയും ഈ കരാറിൽ ഒപ്പിടുകയും ഫണ്ടും ഈടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാങ്കേതികപരമായി ഒരു പക്ഷേ ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റയടിക്ക് ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അവസ്ഥ അല്ല കാര്യങ്ങൾ. കാരണം അങ്ങനെ കേന്ദ്ര സർക്കാരുമായി അങ്ങനെ എന്തായാലും സംസ്ഥാന സർക്കാരും ഇത് യുദ്ധത്തിന് തയ്യാറാവാനുള്ള സാധ്യതയുമില്ല. എന്തായാലും വിഷയം ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായ എൻ ശംസുദ്ദീൻ പറയുന്നത്. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഉടൻ അതിന്മേലുള്ള ചർച്ചയുണ്ടാവും എന്നും പറഞ്ഞു. മറ്റൊന്ന് ഈ കാദർ കമ്മിറ്റി റിപ്പോർട്ടാണ്. കാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളിൽ അത് കൃത്യമായി തന്നെ ഈ എയ്ഡഡ് അധ്യാപകരുടെ നിയമനം, കോഴ വാങ്ങിക്കൊണ്ടുള്ള നിയമനം നിർത്തുന്ന കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അത് അത്തരം കാര്യമൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അത്ര പെട്ടെന്ന് അങ്ങനെയൊന്നും നിർത്താൻ കഴിയില്ല. കാരണം ഈ സ്കൂളുകൾ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം കൊണ്ടാണ് എന്നതുൾപ്പെടെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അൺഫിറ്റായ സ്കൂൾ കെട്ടിടങ്ങൾ പരിശോധിക്കുന്നതും അതുപോലെ തന്നെ ഈ ആർത്തവ അവധി ആവശ്യമുള്ളവർക്ക് എടുത്താൽ മതി, ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികൾ മാത്രം അത് എടുത്താൽ മതി, അല്ലാത്തവരെ ആരും നിർബന്ധിക്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി വ്യക്തമാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.